ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ തുടക്കം നിങ്ങൾ കണ്ടില്ലെങ്കിലും ഇതിന്റെ ഒടുക്കം കാണാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ 2 ദിവസം മുമ്പ് സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും ഉപ്പുമുളകിൽ ശ്രീകുമാറിന്റെയും ഒരു ഇന്റർവ്യൂവിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ ഉപ്പുമുളകിലെ ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെ പേരിൽ ഒരു നടി ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈംഗിക അതിക്രമത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഈ സാർക്ക് ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ ശ്രീകുമാറിന്റെയും ഭാര്യയായിട്ടുള്ള സ്നേഹയും നടിയാണ്, ഇവരുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർ ഈ ഒരു കേസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യം, ഈ ഒരു പരാതി വന്നത് 2 മാസം മുന്നെയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ വന്നിരുന്ന് പറയുന്നു, അന്ന് നിങ്ങളുടെ നാവ് എവിടെ പോയി, അന്ന് എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം ഒരുവിധപ്പെട്ട ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സും ഇവരോട് ചോദിക്കുകയുണ്ടായി. അപ്പം ഇതിനൊരു മറുപടിയായിട്ട് ഈ പറയുന്ന SP ശ്രീകുമാറിന്റെ വൈഫായിട്ടുള്ള നടിയുമായിട്ടുള്ള സ്നേഹ പുള്ളിക്കാരത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. സ്നേഹ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അന്ന് ഞങ്ങൾ മിണ്ടാതിരുന്നു. എന്താണെങ്കിലും പുള്ളിക്കാരത്തി പറയുന്നത് എന്താണ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അപ്പം നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത്, ആ ഒരു കേസ് വന്ന സമയത്ത് നമ്മളുടെ ചാനലിലും അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാത്തത്, എന്തുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് എന്നുള്ളത്. അപ്പോഴൊക്കെ നമ്മൾ മൗനം പാലിക്കാൻ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതും സംസാരിക്കുന്നതും. അപ്പൊ അന്ന് ഈ എന്തുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല എന്ന് ചോദിച്ച ആൾക്കാര്, നിങ്ങൾ എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല, നിങ്ങൾ വന്ന് പറയേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് പറയാൻ വൈകിപ്പോയി, ഞാൻ അതിനോടൊട്ടും യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്, ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കേസ് അല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ കൊടുക്കുന്ന പരാതി എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. നിവിൻ പോളി ഭയങ്കര ഗട്സോട് കൂടി വന്ന് പറഞ്ഞു, നിവിൻ പോളി പ്രതികരിച്ച പോലെ എന്തുകൊണ്ട് ശ്രീ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഓരോ കേസിനും ഓരോന്നിൻ്റെതായ രീതികളുണ്ട്. എല്ലാ കേസുകളും ഒരുപോലെ ആവണം എന്നില്ല, എല്ലാ കേസുകളിലും വന്നിട്ടുള്ള വകുപ്പുകൾ ഒന്നാവണം എന്നില്ല, എല്ലാത്തിൻ്റെയും സ്വഭാവത്തിനും വ്യത്യാസമുണ്ടാകും. അപ്പം ചിലർക്ക് അപ്പം തന്നെ ഒരു പക്ഷേ അത് പറയാൻ പറ്റുമായിരിക്കും, ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞ് പറയാൻ പറ്റും, ചിലർക്ക് 1 മാസം കഴിഞ്ഞ്, ചിലർക്ക് 2 മാസം കഴിഞ്ഞ്, ചിലർക്ക് ഇതിനെപ്പറ്റി പറയാനേ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ ഈ കേസ് എല്ലാം കഴിഞ്ഞ് ഒരു 2-3 വർഷമൊക്കെ എടുക്കും ഒരു പക്ഷേ ചില കേസുകൾ തീരാൻ വേണ്ടിയിട്ട്. അപ്പം പറയാൻ പറ്റുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഈ കേസിനുണ്ട്. അത് ഈ കേസിന്റെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാവുന്ന അഭിഭാഷകരോട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന ആ കേസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ പറ്റില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യത്തിന് നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റും. മാത്രമല്ല ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾ വന്ന് പബ്ലിക്കായിട്ട് പറയുന്ന സമയത്ത് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനെയോ അതിന്റെ ട്രയലിനെയോ ബാധിക്കാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസ് ആയതുകൊണ്ട് ഈ കേസിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലോ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും ഡിസ്ക്ലോസ് ചെയ്യാത്ത രീതിയിലോ നിങ്ങൾക്ക് വന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല. അത് നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലൊന്നും പറയണ്ട, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ബാക്കി കോടതി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ സത്യം വിജയിക്കട്ടെ, ഒരൊറ്റ വാക്കിൽ ഒരൊറ്റ ലൈൻ മതി. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് നിങ്ങളെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിനുള്ള ആളുകൾക്ക് കാണാൻ പറ്റും. എവിടെയോ ഒരു ശരി മറഞ്ഞിരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ആളുകളുടെ ഉള്ളിലോട്ട് ഉണ്ടാവും. സോ അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങളോട് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, നമുക്ക് അതോടൊന്ന് കേൾക്കാം. എന്തായാലും എന്ന് പറഞ്ഞ് വന്ന ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങളും അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലാതെ നമുക്ക് അറിവില്ല. ആ ഒരു സമയത്ത് ഞാനാണ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആള്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് അങ്ങനെയല്ല, ഇതെങ്ങനെയാണെന്നൊക്കെ പറയണം എന്നുള്ളത്. പക്ഷേ നമ്മളോട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആ സമയത്ത് ഓടി വരികയും ഇന്നതാണ് ഈ കേസിന്റെ സ്വഭാവം എന്ന് പറയുകയും, ഞങ്ങളുടെ തന്നെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തായിട്ടുള്ള ആള് തന്നെയാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അവര് നമ്മളുടെ വീട്ടിൽ വന്നിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു, ഇന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്, ഇതൊന്നും നമുക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അത് ഈ കേസിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഇന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്
പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. പിന്നെ ഇത്തരം കേസുകൾ നമ്മൾ ജാമ്യം എടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഈസി ആയിട്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഇന്നാളാണ് കേട്ടോ കേസ് കൊടുത്തത്, ഇന്നതാണ് കേട്ടോ കേസ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കേസല്ല ഇത്. ഇത് കോടതിയിൽ തന്നെ തീർക്കേണ്ട കേസാണ്. അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ എനിക്കും അറിവില്ലായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴല്ലേ നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുള്ളൂ. അപ്പം അതിന് നമ്മൾ കുറച്ച് സമയം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പറയാം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പറയുകയാണ്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ പറയും. പക്ഷെ ഇതെന്താണ്, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ ഉള്ളത് ഇന്ത്യൻ നിയമവ്യവസ്ഥ മാത്രമാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ആ ദിവസം മുതൽ ഇപ്പോൾ വരെ മുന്നോട്ട് പോകുന്നത്, ഇനി മുന്നോട്ട് പോകുന്നതും. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സത്യം തന്നെ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. ഓക്കെ, സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ അത് വിജയിക്കുക തന്നെ വേണം. ഇതൊരു കള്ളക്കേസാണെങ്കിൽ ഈ ഒരു കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്ത നടിക്കെതിരെ നല്ലൊരു ഡീഫമേഷൻ കേസ് അടക്കം നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതൊരു കള്ളക്കേസാണെന്ന് തെളിയുവാണെങ്കിൽ ഈ കള്ളക്കേസ് കൊടുത്ത ആ വ്യക്തിയുടെ പേരടക്കം വന്ന് പൊതുമധ്യത്തിൽ നിന്ന് പറയണം. എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി വന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ വിചാരിക്കും ശ്രീകുമാറും ഈ പറയുന്ന ബിജു സോപാനവും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെന്ന്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം വന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഫോളോ ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ആളുകളുടെ മനസ്സിലും ആ ഒരു ഇമേജ് തന്നെയാണ് ശ്രീകുമാറിനുള്ളത്. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അത് അപ്പം ഒന്ന് പറയണമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു മെയിൻ റീസൺ ഞാൻ പറയാം. ഇത് നിങ്ങൾ സാർക്ക് ലൈവിൽ കൊടുത്ത ആ ഒരു ഇന്റർവ്യൂ ആണ്. ഏകദേശം 12,000 പേര് മാത്രമാണ് 3 ദിവസം കൊണ്ട് ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ കാണുന്ന സമയത്ത് ഏകദേശം 4,000 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പല യൂട്യൂബേഴ്സും എടുത്ത് റിയാക്ട് ചെയ്തതിനു ശേഷമാണ് ഇത് 12,000 പേരെങ്കിലും അത് കണ്ടത്. നമ്മളിലൂടെ ആണെങ്കിൽ പോലും കുറച്ച് ആളുകളിലോട്ട് അത് എത്തിയിട്ടുമുണ്ട്. പക്ഷേ എന്നാൽ 2 മാസം ഈ ഒരു കേസ് വന്ന സമയത്ത് ശ്രീകുമാറിന്റെയും ബിജു സോപാനത്തിന്റെയും ആ ഒരു ഇഷ്യൂ കണ്ടവർ ഞാൻ കാണിച്ചു തരാം. ഇത് മാതൃഭൂമി ന്യൂസിനകത്ത് വന്ന ന്യൂസ് ആണ്. ഏകദേശം 8,20,000 പേരാണ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത്. ഇത് മീഡിയ വണ്ണിനകത്ത് വന്നതാണ്. ഏകദേശം 9,39,000 പേരാണ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണം ഇപ്പൊ എത്ര പേര് കണ്ടു, അന്ന് വന്ന ന്യൂസ് എത്ര പേര് കണ്ടു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ അന്ന് വന്ന് ഇത് കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. ആ സമയത്ത് നിങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ആളുകളുടെ അറ്റൻഷൻ കുറച്ചും കൂടി നിങ്ങളിലോട്ട് വന്നേനെ, കുറച്ച് കാര്യങ്ങൾ ആളുകളിലോട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേനെ. പക്ഷെ ഇപ്പൊ വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾ മൈൻഡ് ചെയ്യില്ല. ആ ന്യൂസ് തന്നെ ആളുകൾ മറന്നു തുടങ്ങി. ആ 2 മാസം മുമ്പ് ആ ഒരു ന്യൂസ് കണ്ട പകുതിയുടെ ആളുകൾ പോലും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും മെജോറിറ്റി ഓഫ് ആളുകളുടെ മനസ്സിലും ആ ഒരു ന്യൂസ് ആണ്. ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും ലൈംഗിക അതിക്രമ കേസ്, ഇതാണ് അവരുടെ മൈൻഡിൽ. അതാണ് നമ്മൾ പറയേണ്ടത്. പറയേണ്ട സമയത്ത് ഈ സാധനം ഒന്ന് പറയണം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സ്നേഹം വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ആദ്യം നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് കേൾക്കാം. നമ്മളുടെ കർമ്മം തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കും. ഇതെല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല, അതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാവില്ല. ഒരുപാട് ദൈവവിശ്വാസമുള്ള ഏതോ ഒരു വ്യക്തിയാണ് ഇവരെ ദ്രോഹിച്ചത് എന്ന് ഇൻഡയറക്ട്ലി പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതോടെ കേൾക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, അവരെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഇപ്പൊ ഞാൻ സ്ത്രീയാണ്, നമ്മൾ എല്ലാവരും കാണുന്നതാണ്. നമ്മൾ പൊങ്കാലിടാൻ പോകും, അതല്ലെങ്കിൽ ചോറ്റാനിക്കര മകം തൊടാൻ പോകാറുണ്ട്, മൂകാംബികയിൽ പോകാറുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ഞാൻ പോയിട്ട് ഈ പൊങ്കാല ഇട്ടിട്ടോ, ചോറ്റാനിക്കരയിൽ മകം തൊഴുതിട്ടോ, മൂകാംബികയിൽ പോയി തൊഴുതിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അടുത്ത നോട്ട് ചെയ്തേണ്ട കാര്യം ആറ്റുകാൽ പൊങ്കാല, ചോറ്റാനിക്കര മകൻ തൊഴല്, പിന്നെ മൂകാംബിക. 4 പോയിന്റ്. ആദ്യം ദൈവവിശ്വാസി, പിന്നെ പൊങ്കാല, മകം തൊഴല്, മൂകാംബിക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത്, ഈ കള്ളപ്പരാതി കൊടുത്തതെന്ന് ഇവർ ഇൻഡയറക്ട്ലി പറയാണ്. ഇതുവരെയുള്ള എല്ലാം മായ്ച്ചോളാം. ഇനി വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോ ഈ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവും ഇനി പറയുന്നതിന് ഒന്നും കാണത്തില്ല. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരുപാട് ഭക്തിയുള്ള അല്ലെങ്കിൽ ചോറ്റാനിക്കരയിലും ഈ പറയുന്ന മകം തൊഴാനൊക്കെ പോകുന്ന ഒരു നടിയെ പറ്റി ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ചിലപ്പം അവരെ പോലൊരു വ്യക്തി ആയിരിക്കാം ഈ കേസ് കൊടുത്തത്. ഇപ്പൊ നമ്മുടെ നിഷ സാരംഗ് എന്ന് പറയുന്ന ആ ഒരു നടിയെ പറ്റി പറയാണ്. പുള്ളിക്കാരത്തി ഭയങ്കര ഭക്തിയുള്ള ഒരു നടിയാണ്.
ആണ്. ഞാൻ കാണിക്കാം, വീഡിയോ കാണിക്കാം. ചേച്ചിയുടെ ഓരോ വാക്കിലും ഈ വീട്ടിലും എല്ലാം ഈ പറയുന്ന പോലെ ഈശ്വരന്മാരുടെ ഒരു സാന്നിധ്യം. ചേച്ചി എന്നോട് ഓഫ് ക്യാമറയിൽ സംസാരിക്കുമ്പോഴും പറയുകയായിരുന്നു ചേച്ചിയുടെ കൂടെ കൂട്ടിയ അല്ലെ ഈശ്വര സാന്നിധ്യത്തെ കുറിച്ച്. അത്രയും ഒരു വിശ്വാസിയാണ്. നമ്മളെ അനുഭവങ്ങളാണ് നമ്മളെ വിശ്വാസിയാക്കുന്നതും അവിശ്വാസിയാക്കുന്നതൊക്കെ. എന്റെ അനുഭവങ്ങളിൽ എനിക്ക് എപ്പോഴും ഈശ്വരൻ മാത്രമേ എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും അതിങ്ങനെ വന്നു പോകും അറിയാതെ. അപ്പൊ നിഷ സാരംഗ് നല്ല ഈശ്വര വിശ്വാസിയാണ്. അതുപോലെ തന്നെ പൊങ്കാല ഇടാനും പോകാറുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം ഇട്ട പൊങ്കാലയാണ്. ഈ കൊല്ലത്തെ പൊങ്കാലയുടെ വീഡിയോസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ മകം തൊഴാനും പുള്ളിക്കാരത്തി പോകാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ടോ മകം തൊഴാൻ? എല്ലാ വർഷവും നാളെ ആറ്റുകാൽ അമ്പലത്തിൽ പോകുന്നുണ്ടോ? വീട് എവിടെയാ? അവർ ചോദിക്കുന്നത് എല്ലാ കൊല്ലം മകം തൊഴാൻ പോകാറുണ്ടോ, അന്നേരം വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. നാളെ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാലിടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോകും എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂകാംബിക അമ്പലത്തിൽ പോയി അവിടുത്തെ രഥത്തിന്റെ ഫ്രണ്ട് വെച്ചെടുത്ത ഒരു പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതോ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീകുമാറിനെതിരെയും വിജു സോമാനത്തിനെതിരെയും കേസ് കൊടുത്തതെന്നാണ് സ്നേഹ പറയുന്നത്. നിഷ സാരംഗ് കേസ് കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിഷ സാരംഗ് ഒരു എക്സാമ്പിൾ ആക്കി പറഞ്ഞു എന്ന് മാത്രം. നിഷ സാരംഗ് ഇതുപോലെ പൊങ്കാല ഇടാറുണ്ട്, മകമൊക്കെ തൊഴാറുണ്ട് എന്ന് മാത്രം നമ്മൾ പറഞ്ഞു മാത്രം. അതുപോലെ തന്നെ പൊങ്കാലൊക്കെ ഇടുന്ന വേറെ ഒരുപാട് നടിമാരൊക്കെ ഉണ്ട്. നമ്മുടെ പൊങ്കാല സൂപ്പർ സ്റ്റാർ ചിപ്പിയൊക്കെ ഉണ്ട്. ഇപ്പൊ നിഷ സാരംഗിന്റെ ഒരു എക്സാമ്പിൾ, ഒരു നടിയുടെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ നിഷ സാരംഗ് ആണ് കേസ് കൊടുത്തതെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാലും ഏത് നടിയായിരിക്കും അത് ഇവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തത്? നമുക്ക് എത്ര ആലോചിച്ചിട്ട് കൊണ്ട് പിടികിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ഏതെങ്കിലും നടിമാരായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും. കൂടുതലൊന്നും എനിക്ക് പറയില്ല. അപ്പൊ ശരി ഗൈസ്, ടാറ്റ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റ.